ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. എന്നാൽ ശരി, വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നീട് നമ്മളൊരു പോർക്ക് വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അതിനെയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇല വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മാവ് എടുത്ത് വെച്ച് അതിനെ ഒന്ന് പരത്തി കൊടുത്ത് നന്നായിട്ട് മടക്കി നമ്മൾ അപ്പപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആവിയിലാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും അങ്ങനെ ആക്കി എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് വേവിച്ച് മാറ്റുക. അപ്പോൾ എല്ലാ കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് 4 മണിക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇവിടെ ആവി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നേന്ത്രപ്പഴം വെച്ചുകൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റിയിടാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ഗുഡ് ബൈ.